കേരള PSC ചോദിക്കുന്ന 100 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഇന്ന് 15ാമത്തെ ടോപ്പിക്കാണ് റിട്ടാണ്. ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. റിട്ടുകൾ 5 തരമാണുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി എന്നിവയാണ് ഈ 5 റിട്ടുകൾ. ഒന്നുകൂടെ പറയാം: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ഇത് 5 എണ്ണമാണുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട്, ബ്രിട്ടൻ. രണ്ട് ടായുള്ളത് കൊണ്ട് ഓർത്തിരിക്കാലോ. ഇനി, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിന് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 32ാം ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അതായത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. മൗലിക അവകാശ സംരക്ഷണത്തിൽ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്? 32ാം ആർട്ടിക്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? 226 ആണ്. ഈ 2 കോടതികൾക്ക് മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ എങ്കിലും റിട്ടുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, അതായത് ഏറ്റവും വിശാലമായ റിട്ട് അധികാരമുള്ളത് ഹൈക്കോടതിക്ക് തന്നെയാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഹൈക്കോടതിക്കാണ്, സുപ്രീം കോടതിക്കല്ല. വിശാലമായിട്ടുള്ള റിട്ട് അധികാരം കൂടുതലുള്ളത് ഹൈക്കോടതിക്കാണ് എന്ന് ഓർത്തിരിക്കുക. 32ാം ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോർട്ടിന് അധികാരം കൊടുക്കുകയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം നൽകുകയും. അടുത്ത ക്വസ്റ്റ്യൻ, റിട്സ് ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ബോത്ത് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടിയാണ്, മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ റിട്ടുകൾ ഉള്ളത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ഹൈക്കോർട്ട് ടു ഇഷ്യൂ റിട്സ്? ഹൈക്കോർട്ടുകൾക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be included in the category of writs? ഇൻജങ്ഷൻ, ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ. ഏതൊക്കെയായിരുന്നു 5 റിട്ടുകൾ? ഏതൊക്കെയായിരുന്നു? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ഇതായിരുന്നു 5 എണ്ണം. അപ്പോൾ അതിൽ റിട്ടുകളിൽ പെടാത്തത് ഇൻജങ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ്. 1. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഏത് ആർട്ടിക്കിളിലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 368 ആണ്. കറക്റ്റാണ്. അടുത്തത്, 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതും കറക്റ്റാണ്. മൂന്നാമത്തത്, അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. സുപ്രീം കോടതിക്കാണ് ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ്. അടുത്തത്, കോ വാറന്റോ റിട്ടിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോ വാറന്റോ എന്ന ഇതിൻ്റെ, അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിത്ത് വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തോടെ എന്നാണ്. ക്വ എന്നതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി വാട്ട് അതോറിറ്റി, എന്ത് അധികാരം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് ഉള്ളതാണിത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ വഹിക്കുന്ന സ്ഥാനത്തിന് അർഹനല്ല എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന അവസരത്തിൽ അയാൾ ആ സ്ഥാനത്തിരുന്ന് കാര്യനിർവഹണം നടത്തുന്നത് ചോദ്യം ചെയ്തുകൊണ്ടോ തടഞ്ഞുകൊണ്ടോ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം, അയാൾ അർഹമല്ലാത്ത സ്ഥാനത്തിരുന്നു കൊണ്ട് കാര്യനിർവഹണം
നടത്തുകയാണ് എങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട റിട്ടാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തനിക്ക് അവകാശമില്ലാത്ത പദവിയിൽ ഒരാൾ കയറിപ്പറ്റുകയോ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയോ ചെയ്താൽ അതിൽ പരാതിയുള്ളവർക്കും ഉപയോഗിക്കാവുന്ന റിട്ട് ഏതാണ്? കോ വാറണ്ടോ റിട്ടാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിൽ വരുന്നുണ്ടായിരുന്നു, ഒരു IAS ആണെന്ന് പറഞ്ഞ് ഫേക്കായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ലേഡീനെ പറ്റി ഒക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. അതൊക്കെ കോ വാറണ്ടോയിൽ വരുന്നതാണ്. ഗവൺമെൻറ് എംപ്ലോയിനെ പറ്റിയാണ്. അതായത് അവകാശമില്ലാത്ത പദവിയിലാണ് കയറി പറ്റിയത്. അതിനെ പറ്റി പരാതി ഉള്ളവർക്കാണ്. അതിൽ പരാതി ഉള്ളവർക്ക് കോടതിയിൽ പോകാം. അടുത്തത്, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് കോ വാറണ്ടോ ആണ്. പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു റിട്ട് പറ്റത്തുള്ളൂ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇതുള്ളൂ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ല, സാധാരണ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇതൊന്നുമല്ല എന്നാണ് വരിക. പക്ഷെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ കോ വാറണ്ടോ എന്നാണ് വരിക. അടുത്തത്, ഇഫ് ദ കോർട്ട് ഫൈൻഡ്സ് ദാറ്റ് എ പേഴ്സൺ ഈസ് ഹോൾഡിംഗ് ഓഫീസ് ബട്ട് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഹോൾഡ് ദാറ്റ് ഓഫീസ് ദെൻ ദ കോർട്ട് ഇഷ്യൂസ് ദ റിട്ട് കോ വാറണ്ടോ. അതായത് ഓഫീസിൽ ഉണ്ട്, പക്ഷെ അയാൾ ആ ഓഫീസിൽ ഇരിക്കാൻ യോഗ്യനല്ല എങ്കിൽ അതിന് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് കോ വാറണ്ടോ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അടിസ്ഥാനം അല്ലാത്തത് ഏതാണെന്നാണ്. ഓഫീസിൽ പൊതുവായിരിക്കണം. അതായത് ആ ഒരു ഗവൺമെൻറ് ഓഫീസിൽ വരുന്ന ഒരാളായിരിക്കണം, ഓഫീസിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളായിരിക്കണം. അടുത്തത്, അത്തരം ഓഫീസിൽ തൻ്റെ അവകാശവാദം പ്രതിഭാഗം ഉറപ്പിച്ചിരിക്കണം. അയാൾ ആ സീറ്റിന് അതിന് അർഹനല്ല എന്ന് പ്രതിഭാഗം ഉറപ്പിച്ചിരിക്കണം. അയാൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, അയാൾ അങ്ങനെ ഒരു എക്സാം എഴുതിയല്ല വന്നത്, അല്ലെങ്കിൽ ഡിഗ്രി ഇല്ല എന്നുള്ള ഇത് പ്രതിഭാഗം ഉറപ്പിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് റിട്ട് പുറപ്പെടുവിച്ച് അയാൾ പുറത്തു വെക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്, ഭരണഘടനയോ ചട്ടമോ അനുസരിച്ചായിരിക്കണം ഓഫീസിൽ സൃഷ്ടിക്കപ്പെട്ടത്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരമുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് നിയമപ്രകാരം ഉള്ള ഒരു എംപ്ലോയി ആയിരിക്കണം, ആ പോസ്റ്റിലുള്ള ആളായിരിക്കണം. വെറുതെ ഒരു പോസ്റ്റിലുള്ള ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണഘടനയോ അനുസരിച്ചായിരിക്കണം ആ ഓഫീസിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ അതും കറക്റ്റാണ്. നാലാമത്തെ, കേസിൽ പൊതു താല്പര്യം നിലനിൽക്കില്ല. പൊതു താല്പര്യം അനുസരിച്ചാണല്ലോ അത് അവർ കേസ് കൊടുക്കുന്നത്, പ്രതിഭാഗം കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് നേരെ ഓപ്പോസിറ്റാണ് വരിക. അപ്പോൾ 1, 2, 3 ശരിയുള്ളത്. അടിസ്ഥാനമല്ലാത്തത് ഇതാണ്. അടുത്ത റിട്ട് ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ ഹേബിയസ് കോർപ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹേബിയസ് കോർപ്പസ് എന്നത് ലാറ്റിൻ ഭാഷയിലെ ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം ശരീരം ഏറ്റെടുക്കാം. ഹേബിയസ് കോർപ്പസ് അർത്ഥം ശരീരം ഏറ്റെടുക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനശില എന്ന് വിശേഷിപ്പിക്കുന്ന റിട്ടാണ്. അതുപോലെ തന്നെ അന്യായമായി തടവിലാക്കപ്പെട്ട ഒരുവനെ സ്വതന്ത്രനാക്കുന്നതിന് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. ഇനി ഇന്ത്യയിൽ കോടതികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന റിട്ടാണ്, 5 റിട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന റിട്ട് ഈ ഹേബിയസ് കോർപ്പസ് തന്നെയാണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഭരണഘടനയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ അല്ലെങ്കിൽ അടിസ്ഥാനശില എന്നൊക്കെ അറിയപ്പെടുന്ന ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്ത്, ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ്? മാഗ്ന കാർട്ടയിലാണ് ആദ്യമായിട്ട് എഴുതപ്പെട്ടത്. മാഗ്ന കാർട്ട നമ്മൾ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിന്റെ സമയത്ത് പഠിച്ചതാണ്. ചാൾസ് 2 രാജാവല്ലേ മാഗ്ന കാർട്ടയിൽ ഒപ്പിട്ടെ എന്ന് തോന്നുന്നത്. അത് ജെയിംസ് 2 ഞാൻ മറന്നുപോയി, കൺഫ്യൂഷനുണ്ട്, നോക്കാം. അടുത്ത്, നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്.
അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് 2019, 2022 വേറെ വേറെ രീതിയിൽ ചോദിച്ചെന്നേ ഉള്ളൂ. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരെ സുപ്രീം കോടതി ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ് ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അവൈലബിൾ ടു പ്രൊട്ടക്ട് എ സിറ്റിസൺ ഫ്രം ഇല്ലീഗൽ ഡിറ്റൻഷൻ ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ജുഡീഷ്യൽ ഓർഡർ കോളിംഗ് അപ്പോൺ ദ പേഴ്സൺ ഹു ഹാസ് ഡീറ്റെയിൻഡ് അനദർ ടു പ്രൊഡ്യൂസ് the letter before the court to let the court know on what ground he has been confined and to set him free if there is no legal justification for the imprisonment is. അതായത് കോടതിയിൽ എന്തെന്നാ ഒരു കാരണവുമില്ലാതെ ഇല്ലീഗലായിട്ട് ഒരാളെ തടങ്കിൽ വെച്ചിരിക്കുകയാണ് എങ്കിൽ അയാളെ എത്രയും പെട്ടെന്ന് ഫ്രീ ആക്കണം എന്ന് പറയുന്ന ഓർഡറാണ്, കോടതി പുറപ്പെടുവിക്കുന്ന ഓർഡറാണ് ഹേബിയസ് കോർപ്പസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ദ കോർട്സ് ക്യാൻ ഇഷ്യൂ വേരിയസ് ടൈപ്സ് ഓഫ് റിട്സ്. Which are the writs that can be issued against private individuals and association? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കൊടുക്കാവുന്ന റിട്ട് ആ ഓപ്ഷൻ അനുസരിച്ച് ഹേബിയസ് കോർപ്പസ് ആണ്. ഇത് ഓർത്തിരുന്നാൽ മതി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട റിട്ട് രണ്ടെണ്ണമാണ്. ഒന്ന് മാൻഡമസും ഒന്ന് ക്വോ-വാറന്റോ. മാൻഡമസും ക്വോ-വാറന്റോ റിട്ടുകൾ സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കൊന്നും ബാധകമല്ല. ഏതൊക്കെയാണ്? സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമല്ലാത്ത റിട്ടുകൾ ഏതൊക്കെയാണ്? മാൻഡമസും ക്വോ-വാറന്റോയുമാണ്. ബാക്കിയുള്ളതെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ നോട്ട് കറക്റ്റ് എന്നല്ല കേട്ടോ, ഇത് കറക്റ്റ് എന്നാണ്. കറക്റ്റ് അബൌട്ട് ദി സ്റ്റേറ്റ്മെന്റ് എന്നാട്ടോ. കറക്റ്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The writ of habeas corpus can be issued to secure the release of a person who has been imprisoned by a court of law on a criminal charge. ക്രിമിനൽ ചാർജിൽ അറസ്റ്റ് ചെയ്ത ഒരാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്നതല്ല ഹേബിയസ് കോർപ്പസ്. അടുത്ത്, a writ of habeas corpus lies or issued against any person or authority who has illegally detained or arrested the prisoner. ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്ത ഒരാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. തേർഡ് ഓപ്ഷൻ എന്താണ്? വേർ ദി പേഴ്സൺ എഗനിസ്റ്റ് whom the writ is issued or the person who is detained is not within the jurisdiction of the court. കോർട്ടിന്റെ പരിധിയിൽ വരുന്നതല്ല, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ളതല്ല എങ്കിൽ അതും ഹേബിയസ് കോർപ്പസിൽ പെടുന്നതല്ല. അടുത്ത മാൻഡമസുമായിട്ട് മാൻഡമസ് റിട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മാൻഡമസ് ആ പേരിൽ കമാൻഡ് എന്ന് ഉണ്ടല്ലോ, അതുമായിട്ട് ഓർത്തിരിക്കാമല്ലോ. ഞാൻ കൽപ്പിക്കുന്നു അഥവാ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നൊക്കെയാണ് മാൻഡമസ് എന്ന ഇതിൻ്റെ അർത്ഥം. അതായത് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ സ്ഥാപനമോ സർക്കാർ ഉദ്യോഗസ്ഥരോ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അത് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. അപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉള്ള റിട്ടാണ്. രണ്ട് റിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞത്, ഒന്ന് മാൻഡമസ്, ഒന്ന് ക്വോ-വാറന്റോ. മാൻഡമസ് എന്ന് പറയുന്നത് അവർ പണി ചെയ്യാതിരിക്കുമ്പോൾ അവരോട് പണി ചെയ്യാൻ പറയുന്നതാണ്, കമാൻഡ് ചെയ്യുന്നതാണ് മാൻഡമസ്. ക്വോ-വാറന്റോ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത സ്ഥലത്ത് കയറിയിരിക്കുമ്പോൾ അവരെ ഇറക്കി വിടാനുള്ളതാണ് ക്വോ-വാറന്റോ. അതുപോലെ എന്തധികാരത്തോടെ എന്ന അർത്ഥത്തിൽ, എന്തധികാരത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ക്വോ-വാറന്റോ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ ടേം മാൻഡമസ്? ലിറ്ററൽ മീനിങ് വി കമാൻഡ് എന്നുള്ളതാണ്, അത് ഓർത്തിരിക്കുക. പിന്നെ ദ റിട്ട് ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് എ പബ്ലിക് അതോറിറ്റി ഓർ ആൻ ഓഫീസർ ഹൂസ് നോൺ പെർഫോമൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കോസസ് ഇഞ്ചുറി ടു സംവൺ. മാൻഡമസ് അതായത് അയാളുടെ കർത്തവ്യനിർവഹണം ചെയ്യാതിരിക്കുകയോ അതിൽ വീഴ്ച വരുത്തുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം കൽപ്പന എന്നുള്ളതാണ്. കൽപ്പന, കമാൻഡ് ചെയ്യുക, കൽപ്പന പുറപ്പെടുവിക്കാം. ഒരു വ്യക്തിയെ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അടുത്തത് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ദ റിട്ട് മാൻഡമസ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. കറക്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാൻഡമസ് ലിറ്ററലി മീൻസ് കമാൻഡ് ഓർ ആൻ ഓർഡർ. കറക്റ്റ് ആണ്. അടുത്തത്
മാൻഡമസ് വിൽ നോട്ട് ഇഷ്യൂ എഗനിസ്റ്റ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് എഗനിസ്റ്റ് ആയിട്ട് മാൻഡമസ് ചെയ്യാൻ പറ്റില്ല, കമാൻഡ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കോ ഗവൺമെൻറ് സ്ഥാപനത്തിനെതിരായിട്ടാണ് ചെയ്യാൻ പറ്റും. ഒരു കമ്പനി ഗവൺമെൻറ് കമ്പനിയാണ് എങ്കിൽ അതിന് എഗനിസ്റ്റ് ആയിട്ട് അവർക്ക് ഈ മാൻഡമസ് റിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാൾ അണ്ടർ ഗവൺമെൻറ് ഡ്യൂട്ടിയിലാണ് എങ്കിൽ, പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനമാണ്, പക്ഷെ ഗവൺമെൻറ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തെങ്കിലും കറൻ്റ്ലി ഗവൺമെൻറ് ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴുള്ള കർത്തവ്യ നിർവഹണത്തിൽ എന്തെങ്കിലും പറ്റുവാണ് എങ്കിൽ അതും മാൻഡമസിൽ വരുന്നതാണ്. ഇനി തേർഡ് വൺ, മാൻഡമസ് വിൽ ഇഷ്യൂ എഗനിസ്റ്റ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 361 പ്രകാരം പ്രസിഡന്റിന് പ്രസിഡന്റ് ഒരു കോർട്ടിനും ആൻസറബിൾ അല്ല. അത് ആർട്ടിക്കിൾ 361 പ്രകാരം. അതുകൊണ്ട് പ്രസിഡന്റിന് എഗനിസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. നാലാമത്തെ, മാൻഡമസ് ഈസ് യൂസ്ഡ് ടു ഓർഡർ ദി അതോറിറ്റി വിച്ച് റെഫ്യൂസസ് ടു പെർഫോം എ പബ്ലിക് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ മടിക്കുകയാണെങ്കിൽ അവർക്കെതിരെ മാൻഡമസ് കൊടുക്കാം. അപ്പോൾ ആൻസർ 1, 2 and 4 ആണ് കറക്റ്റ്. അടുത്തത് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അധികാരപരിധിയിൽ പെടാത്ത ഒരു നിയമം തടഞ്ഞുകൊണ്ട് മേൽക്കോടതി കീഴ്ക്കോടതിക്ക് നൽകുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. ആദ്യം ഓർക്കേണ്ടത് മേൽക്കോടതി കീഴ്ക്കോടതിക്ക് കൊടുക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് കൊടുക്കുന്നത്? അധികാരപരിധിയിൽ പെടാത്ത ഒരു നിയമം തടഞ്ഞുകൊണ്ട് ആണ് കൊടുക്കുന്നത്. അതായത് കീഴ്ക്കോടതിയോട് പറയുകയാണ് നിങ്ങളുടെ അധികാരത്തിൽ വരുന്ന കാര്യമല്ല അത്, നിങ്ങൾ എന്തിനാണ് അത് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ച് പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പക്ഷേ ഇത് സെർഷ്യോററി ആയിട്ട് വ്യത്യാസമുള്ളത്, സെർഷ്യോററി എന്ന് പറയുന്നത് ഒരു കീഴ്ക്കോടതി പക്ഷപാതപരമായും നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തു ഒരു കേസ് പരിഗണിച്ചു വരുമ്പോൾ അതിൻ്റെ കേസ് രേഖകൾ ആവശ്യപ്പെട്ടോ അതിന്മേൽ വിധി തടഞ്ഞുകൊണ്ടുള്ള മേൽക്കോടതി ഉത്തരവാണ് സെർഷ്യോററി. രണ്ടും മേൽക്കോടതിയുടെ ഉത്തരവാണ്. ഒന്ന് എന്തെന്നാണ്, നിങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ ചെയ്യരുത്, നിങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു കേസ് എന്തെങ്കിലും അത് അതിൻ്റേതായ രീതിക്കല്ല പോകുന്നത് എങ്കിൽ അതിൻ്റെ രേഖകളൊക്കെ ആവശ്യപ്പെട്ട് അതിന്മേൽ ഇപ്പം വിധി ആക്കരുത്, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് തടയുന്ന കേസാണ്. അതിൻ്റെ കേസ് പരിഗണിക്കുന്നത് തടയുകയോ അല്ലെങ്കിൽ നിക്ക് എന്ന് പറയുന്ന സംഭവമാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. പരിശോധിക്കാനുണ്ട്, ടു ബി സർട്ടിഫൈഡ് എന്നാണ് സെർഷ്യോററിയുടെ അർത്ഥം. അതായത് മേൽക്കോടതിയും കീഴ്ക്കോടതിയും തമ്മിൽ മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന റിട്ടാണ് ഈ പ്രൊഹിബിഷനും സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കേസിന്മേൽ വിധി വന്ന ശേഷം അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കാൻ അധികാരം നൽകുന്ന റിട്ടാണ് ഈ സെർഷ്യോററി എന്ന് പറയുന്നത്. സ്റ്റേ ഓർഡർ ഒക്കെ പറയത്തില്ലേ, അതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തടയുക എന്നുള്ളതാണ്. പ്രൊഹിബിഷൻ എന്നുള്ളതാണ് തടയുക എന്നുള്ളത്. മറ്റത് കേസ് പരിഗണനയിലാണ്, പരിശോധിക്കട്ടെ എന്ന് പറയുന്നതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. രണ്ട് മാറിപ്പോരുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the writ issued by a high court when a lower court exceeds or go beyond its jurisdiction. അതിൻ്റെ അധികാരപരിധിക്ക് വെളിയിൽ പോവുകയാണ് എങ്കിൽ അതിനെ തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ. അടുത്തത്, നെയിം ദ റിട്ട് that is issued by the Supreme Court or a High Court to an inferior court if it goes beyond its jurisdiction in a case. അത് സെയിം തന്നെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഇൻഫീരിയർ കോർട്ടുകൾക്ക് അതിൻ്റെ അധികാരപരിധിക്ക് പുറത്തു പോകുമ്പോൾ കൊടുക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ദ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഈസ് ഓൺലി അവൈലബിൾ എഗെയിൻസ്റ്റ് ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ ഏജൻസീസ്. കോടതികളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ പ്രൊഹിബിഷൻ എന്ന റിട്ട് ഉള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ റിട്ട് ഈസ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് വെൻ എ ഡിസിഷൻ വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നീതിപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അല്ലെങ്കിൽ പക്ഷപാതപരമായി തീരുമാനമെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ ആ കേസ് രേഖകൾ ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ അതിന്മേൽ വിധിയൊന്നും വരുത്തരുത്, ഞങ്ങൾ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയുന്നതാണ് സെർഷ്യറി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിട്ട് ഈസ് ഇഷ്യൂഡ് ഫോർ ക്വാഷിംഗ് ആൻ ഓർഡർ ദാറ്റ് ഈസ് ഓൾറെഡി പാസ്ഡ് ബൈ ദി സബോർഡിനേറ്റ് കോർട്ട്, ട്രിബ്യൂണൽ ഓർ എ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി. അതായത് ഒരു കേസിന്മേൽ വിധി വന്ന ശേഷം അപ്പീലിന് പോകുന്ന കാര്യമാണ്. വിധി വന്ന ശേഷം അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കാൻ അധികാരം നൽകുന്ന റിട്ടാണ് സെർഷ്യറി എന്ന് പറയുന്നത്. അടുത്തത്, ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൗണ്ട്സ് എ റിട്ട് ഓഫ് സെർഷ്യറി മേ ബി ഇഷ്യൂഡ്. എപ്പോഴൊക്കെയാണ് സെർഷ്യറി ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ വരിക. അബ്യൂസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ, അധികാരപരിധിയെ ദുർവിനിയോഗം ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ, വയലേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, അതായത് അധികാരപരിധി അല്ലെങ്കിൽ നീതി ലംഘിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കീഴ്ക്കോടതി ചെയ്യുവാണ് എങ്കിൽ അതിനെതിരെ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ സെർഷ്യറി റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ്. ഒന്ന്, കീഴ്ക്കോടതിക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കറക്റ്റാണ്. അധികാരപരിധിയിൽ പെടാത്ത ഒരു നിയമം തടഞ്ഞുകൊണ്ട് മേൽക്കോടതി കീഴ്ക്കോടതിക്ക് നൽകുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. സ്റ്റേ ഓർഡർ ഒക്കെ പ്രൊഹിബിഷനിലാണ് പെടുന്നത്. അടുത്ത, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായ തടങ്കിൽ വെച്ചയാളെ അത് ശരീരം ഏറ്റെടുക്കാം എന്ന് ആണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ, ഒരു ഉദ്യോഗസ്ഥന്റെ മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അയാൾ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അത് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് നമ്മൾ പഠിച്ചു. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട റിട്ടുകളാണ് ഏതൊക്കെ? മാൻഡമസും കോവാറന്റോയും. അപ്പോൾ ഇതിൽ എല്ലാ ഓപ്ഷൻസും ശരിയാണ്, ഓൾ ഓഫ് ദി എബോവ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ റിട്ടുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് കണ്ടെത്തുന്നത്. ശരിയായതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ശരിയാണോ? അല്ല, എല്ലാ കോടതിക്കും ഇല്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണുള്ളത്. അതിൽ ഹൈക്കോടതിക്കാണ് കുറച്ചുകൂടെ അധികം അധികാരമുള്ളത്. 2, മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? നാം കൽപ്പിക്കുന്നു. കമാൻഡ്. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. എന്ത് അധികാരത്തിലാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് എന്താണ്? കോ വാറണ്ടോ. കോ വാറണ്ടോ, എന്ത് അധികാരത്തിലാണ് ഇരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ, ഹൈക്കോടതികൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 356. അല്ല, 226 ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഇതിൻ്റെ അകത്ത് ഉത്തരവുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് റിട്ട്. അപ്പോൾ 226. നാലാമത്തെ ഓപ്ഷൻ, ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെ പ്രതിപാദിക്കുന്നു. 5 തരം റിട്ടുകളാണ് ഉള്ളത്. അപ്പോൾ 4 മാത്രമാണ് ശരിയുള്ളൂ. ഇത്രയുമാണ് റിട്ടുകളുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.